ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അച്ചാമ്മയുടെ സപ്തതി ആഘോഷമാണ്. അച്ചാമ്മയ്ക്ക് ഇന്ന് 20 വയസ്സ് പൂർത്തിയായി. അപ്പോൾ ഇന്ന് ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അത് അച്ചാമ്മയ്ക്ക് അറിയില്ല, ഒരു സസ്പെൻസ് ഫംഗ്ഷനാണ്. അപ്പം ബർത്ത്ഡേയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇനി ഞാനും ചേച്ചിയും കൂടെ ഈ പായസത്തിന് കുറച്ച് സാധനങ്ങൾ കാണാം, പാലും മിൽക്ക് മെയ്ഡും. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് കടയിൽ പോവാണ്. എല്ലാവരും ഭയങ്കര കട്ടപ്പണിയിലാണ്. അമ്മ പായസത്തിൻ്റെ കുറേ പരിപാടി, കൊച്ചയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. കൊച്ച നല്ലതായിട്ട് കുക്ക് ചെയ്യും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൊച്ചയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തുണി കഴിവാണ്. നമുക്കൊന്ന് നോക്കാം, എല്ലാവരെയും ഒന്ന് പോയി വാച്ച് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ആദ്യം കുഞ്ഞേയും മീൻചിച്ചിയും ജാനിയും പോയി ഇവിടുന്ന് കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ട് പോകുന്നത് ചെരുപ്പില്ല കേട്ടോ. പിന്നെ നമുക്ക് കിച്ചണിലെ പരിപാടികൾ പോയി നോക്കാം. നമുക്ക് പായസത്തിൻ്റെ പരിപാടി നോക്കാം. അതെങ്ങനെയാണ് അടിപൊളി പായസം. ഞങ്ങളുടെ പ്ലാനൊക്കെ പൊളിഞ്ഞു കേട്ടോ. കാരണം അച്ചാമ്മയുടെ സഹോദരങ്ങളും ഞങ്ങളുടെ മക്കളെല്ലാം കൂടിയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അച്ചാമ്മയുടെ ആങ്ങള അച്ചാമ്മയെ വിളിച്ചു, എന്താ ചേച്ചി ബർത്ത്ഡേ ആയിട്ട് എന്താ ഞങ്ങളെ ഒന്നും അറിയിക്കാത്തതെന്നേ. അപ്പോൾ അച്ചാമ്മ പറഞ്ഞു, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലടാ, എന്ത് ബർത്ത്ഡേ, എന്ത് പിറന്നാൾ. അപ്പം മാമൻ ഒഴിവായിൽ പറയണേ, രതീഷെന്നെ രാവിലെ വിളിച്ചല്ലോ എന്ന്. മൊത്തത്തിൽ പ്ലാൻ അച്ചാമ്മയുടെ ഞങ്ങൾ സസ്പെൻസ് അടക്കുന്ന എല്ലാം പൊളിഞ്ഞു. സസ്പെൻസ് അങ്ങനെ പൊളിഞ്ഞു. അപ്പോൾ അച്ചാമ്മയുടെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കുന്ന അച്ചാമ്മയുടെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പം അച്ചാമ്മയ്ക്ക് അതിൻ്റെ ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. നമ്മളൊക്കെ അല്ലേ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനുള്ളൂ. അപ്പം ഞങ്ങൾ കൊടുക്കുകയാണ്. ഇനി ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. വൈകിട്ട് എല്ലാവരും കേക്ക് മുറിക്കുക, അപ്പം എല്ലാവരും ഫുഡ് കഴിക്കുക. അപ്പം നമ്മളിങ്ങനെ കുടുംബക്കാർ കൂടുമ്പോൾ കുറേ അങ്ങനെ സംസാരിച്ച് എല്ലാവരും സന്തോഷത്തോടെ പിരിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ചിലപ്പോൾ ബീച്ചിൽ പോകുന്നുണ്ട്, ചിലപ്പം പോവുകയാണെങ്കിൽ അതിൻ്റെയും കൂടെ ഷോട്ടിനെ എടുക്കാം. എനിക്ക് ഉറപ്പില്ല, കാരണം ഇന്ന് ഇതിൻ്റെ തിരക്കിലൊക്കെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് പോകാൻ തീരുമാനിച്ചേക്കാണ്. എന്തായാലും ഉറപ്പില്ല. അത് ബീച്ചിൽ പോവുമെങ്കിൽ എന്തായാലും ഞാൻ അതിൻ്റെ ഷോട്ടും കൂടെ എടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. വരില്ല. അങ്ങനെ അതാ പായസം സെറ്റായി ഗൈസ്. എൻ്റെ ഫേവറേറ്റ് പായസം തന്നെ ഉണ്ടാക്കിയത്. സേമിയ. ഇപ്പോൾ കടയിൽ പോയിട്ട് ഇരുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിന് അടുത്തൊരു കടയുണ്ട്, അവിടെ പോയപ്പോൾ കടയില്ല. വീണ്ടും വേറൊരു കടയുണ്ട്, അവിടെ പോയപ്പോഴും കടയില്ല. പിന്നെ ഒരു ദൂരെ നടന്ന് വരെ പോയി തിരിച്ചു വന്നു. എന്തൊരു വെയിലെന്ന് അറിയുമ്മ, സത്യം കുഴഞ്ഞ് ഞാൻ വീട്ടിൽ വന്നതാ. ഫാനിൻ്റെ മൂട്ടിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നു. കുറച്ച് പൊറോട്ട അടിക്കുന്നു, കാണിച്ചു.
സംസാരിക്കുന്ന എടുത്തോ. നേരത്തെ വാടക കൊടുക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നല്ലോ അവിടെ വാടക കൊടുത്താലും ഇവിടെ കക്കൂസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ ഡേറ്റ് ചെയ്താൽ അതുകൊണ്ടാണ് വർഷം ഏതാ കൊണ്ടുവന്നു. മൊത്തം ഫോട്ടോകളാ ഓപ്പൺ ചെയ്യണ്ടേ ഫോണ്? രണ്ടു കേൾക്കുന്നിരുന്നോ? അമ്മ ബാക്കിൽ നിന്ന് அம்மா என்ற அம்மா என்று வணங்காத நேரில் நின்று പിന്നെ എത്ര മതി ഫോട്ടോ അതെ അഭിനയിക്കേണ്ട കൂട്ടുകാരനാണ്. പിന്നെ അല്ല ഒരു കാര്യമില്ല പിന്നാലെ അത് ഞങ്ങൾ പോകുമ്പോ ഫോട്ടോ എടുത്തോ വീഡിയോ ഞാനൊന്നും വയസ്സിന്റെ അനുസരിച്ച് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കും അങ്ങ് ഫോട്ടോ എടുത്താൽ മതി. പിന്നെ റേഷൻ കാർഡ് കൊടുത്താ ഞങ്ങള് അമ്പാടിച്ചേട്ടാ ഒന്ന് നീങ്ങോ. നമ്മള് ഗിഫ്റ്റ് കൊടുത്തില്ല. അച്ചാച്ച വിളിക്കുന്നേ കിട്ടുന്നില്ല. വരി വരിയായിട്ട് കൂടെ വലുതാക്കണം. അമ്മക്ക് ചൂടാക്കി എടുക്കൂടെ? നാളെ കൂടുതലായിരിക്കും മതി തൊട്ട് ആക്ഷൻ കാണിച്ചാൽ മതി. കൊടുക്കണ്ട മക്കളമാരോട് ഞാൻ ഇച്ചിരി കൊടുക്കുന്നുള്ളൂ. എന്തെങ്കിലും വന്നാ ഞാനാ നോക്കട്ടെ. അത്രയെങ്കിലും പറഞ്ഞല്ല. അത് വേണ്ട, അത് ഞാൻ വേണ്ടി എന്റെ പെങ്ങള് ആർമാദിക്കുക. കരയല്ലേ ആരെ കരയല്ലേ പ്ലീസ്, കരയരുത് പ്ലീസ്. പെങ്ങളെ പ്രകടനം ഞങ്ങളുടെ കേക്ക് ഏത് മാമനെന്നാ പണി കിട്ടിയത് ഉള്ളതിൽ ഏറ്റവും കുറവ് ചേട്ടത്തി കേട്ടാ അതാ ചോദിച്ചാണ് ചേട്ടത്തി. ഇത് ഞാനുണ്ട് റസാത്തി വന്ന കാണാതെ ഗിഫ്റ്റുകള് പൊട്ടിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. വേറെ ആരും വേണ്ട, പിടിക്കണില്ലേ? ചിങ്കമാനം ചിരിക്കിത്
കെട്ട് അലക്കിത് വന്നാലും അമ്മ നാട്ടാനേ ചിക്കമാനം ചിരിക്കുന്നത് അടുപ്പിലെന്തോ ഇരിക്കുന്നത് ചൂടാക്കാൻ വെച്ചതാ അവിടെ മൊത്തം കുഴപ്പമില്ല ഇരിക്കട്ടെ വലിയ പാടാ ജാനുവിന് ഇപ്പൊ എത്ര വട്ടം കേൾക്കാന്ന് അതൊക്കെ എടുത്ത് അവര് കേക്ക് മുറിക്കുന്ന മാത്രം മതിയെന്ന് കേക്കാൻ വയ്യ കേക്കിന്റെ ഇത് നടത്താനേ സമയം എടുക്കും ഇനി എനിക്ക് പൊട്ടൊന്നും ഇല്ല എങ്കേയും എപ്പോഴും സംഗീതം സന്തോഷം രാത്രികൾ വന്നു വിട്ടാൽ സാഹിത്യങ്ങൾ ൗടലിൽ ഉല്ലാസഗോളം ഇളമയിറത്തൂറും ഉള്ളുടലിൽ ആനന്ദം കണ്ടില്ല ഇമ്പമയ തട്ടട്ടും തട്ടട്ടും കൈകൾ പാടട്ടും പാടട്ടും പാർവൈണ്ട് வரவை மறந்து செலவு செய்து உயர பறந்து എടുക്കുന്നില്ലല്ലോ മാമനെ മാത്രം സൂചിച്ച് എടുക്കുന്നു എന്തിനാ കൈ എല്ലാം പറഞ്ഞ് കഴിച്ചിട്ടേ പോകണം. അതാ കഴിച്ചാൽ മതി. കറി വേണം എന്ത് വേണോ കൊണ്ടാൽ തരാം. പക്ഷേ അടുത്ത് കഴിക്കണേ. കറി കൊണ്ട് പൊറോട്ട ഉണ്ട്. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഗ്രീൻ പീസ് വാങ്ങി തരാം. വെജിറ്റേറിയൻ കാര്യം ആണോ? വേറെ ചിക്കൻ ഒരു പൊറോട്ട ഗ്രീൻ പീസും ഇതും പൊറോട്ട വെജിറ്റേറിയൻ നമ്മളുണ്ട് ചേരാട്ടി ആ നല്ല ആക്ഷൻ കാണിച്ചത് അമ്മയുടെ മുഖം മാത്രമേ കണ്ടുള്ളൂ. ഞാനും അതേ കണ്ടോളൂ ചേച്ചിയുടെ മോമ നല്ല ആയുസ് ആരോഗ്യവും ക്രീം കൂടെ അത്ര അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ വിളമ്പ് നാളെ കൊല്ലി പണിയെടുത്തവർക്ക് ആദ്യം ഞാൻ ആഗ്രഹിച്ചത് വിങ്സ് അല്ലേ ചിറക് ആവശ്യം എടുത്തോട്ടോ. മീനു നീ എടുക്കണതൊക്കെ വീഡിയോ വരും. കുറച്ചേ എടുക്കുന്നു. കൈയിട്ട് തുള്ളി പറക്ക് വേണ്ട വേണ്ട രണ്ടും കൂടെ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട ഓ പിന്നെ പറയും പോലെ എന്റെ ഫോണിൽ എടുത്താ മതിയായിരുന്നു.
അല്ല ഗംഗയാകുമ്പോ വ്ളോഗിലിടും. പോട്ടെ എന്തായാലും പേപ്പറുകളൊക്കെ അതിൽ കണ്ടു. ചേച്ചി മഞ്ഞ എനിക്കും വേണം. വെള്ളം വേണമെങ്കിൽ എത്ര വേണം. ഇനിയിപ്പോ ഈ വീഡിയോ മാത്രം കിട്ടാൻ മതി. വീഡിയോ 1 മണിക്കൂറായി. അതൊക്കെ ഞാനേ കയ്യിൽ മതിയാ? റെക്കോർഡ് ചെയ്തില്ലേ? മതിയാ? ഓ കഴിക്കാൻ പാട്. ശരി. ആ കളർ പോയി. അല്ലല്ല ആ മഞ്ഞ നല്ല കടും മഞ്ഞയും. പിന്നെ പൈസ കൊടുക്കല്ലോ. ആ വേണ്ട. ഇങ്ങനെ പിടി എന്നെ കൂടെ കിട്ടട്ടെ. തിരിച്ചാ ഇങ്ങനെ കുറച്ച് മതി. മറ്റേ ക്രീം ഉണ്ടല്ലോ. ആ വയസ്സൊക്കെ ആകുമ്പോ നിങ്ങളെല്ലാം കല്യാണം കഴിഞ്ഞു പോകും. എന്ത് കൊച്ചുമക്കളെ ഞാൻ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫുഡ് പ്രിപ്പറേഷൻ തൊട്ട് ഈ കേക്ക് കട്ട് ചെയ്യുന്ന കുറച്ച് മിനിറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് പച്ചന രീതിയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബർത്ത്ഡേ ഫംഗ്ഷനായിരുന്നു. അച്ചാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ വേറെ വീഡിയോ പിന്നെയും വരാം. ബൈ, സീ യു.